കാർഷിക വാർത്തകൾ. ബക്രീദ് അടുത്തതോടെ ജാതിക്കയ്ക്ക് വൻ ഡിമാൻഡ്. വരും ആഴ്ചകളിൽ ഡിമാൻഡ് ശക്തമായി തുടർന്നാൽ വിലയിൽ വർധനയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ബക്രീദ് അടുത്തതോടെ ആഭ്യന്തര അന്താരാഷ്ട്ര വിപണികളിൽ ജാതിക്കയ്ക്ക് വൻ ഡിമാൻഡ്. ബക്രീദ് സീസണിൽ മാംസവിഭവങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ കറിമസാല നിർമ്മാണ കമ്പനികൾ വൻതോതിൽ ജാതിക്ക ശേഖരിക്കുന്നതായി വ്യാപാരികൾ പറയുന്നു. ഇതിനൊപ്പം ഗൾഫ് മേഖലകളിലേക്ക് നേരത്തെ തന്നെ ഉയർന്ന അളവിൽ ജാതിക്ക കയറ്റുമതി നടന്നിരുന്നു. രാജ്യാന്തര വിപണിയിൽ മികച്ച ഗുണമേന്മയുള്ള ജാതിക്കയുടെ ലഭ്യത കുറഞ്ഞത് വിദേശ ബയർമാരെ കേരള വിപണിയിലേക്ക് ആകർഷിക്കുന്ന സാഹചര്യമാണുള്ളത്. മുൻ മാസങ്ങളെ അപേക്ഷിച്ച് ജാതിക്കയുടെ വിലയിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. കൊച്ചി വിപണിയിൽ ജാതിക്ക തൊണ്ടൻ കിലോയ്ക്ക് 300 രൂപയും ജാതിക്ക പരിപ്പിന് 620 രൂപയുമാണ് നിലവിലെ വില. ജാതിക്കയുടെ വിളവെടുപ്പ് സീസൺ കൂടിയായതിനാൽ വിപണിയിൽ ചരക്കെത്തുന്നുണ്ടെങ്കിലും ആവശ്യക്കാരുടെ എണ്ണത്തിലുള്ള വർധനവ് വില താഴാതെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നു. അടുത്ത ആഴ്ചകളിലും ഡിമാൻഡ് ശക്തമായി തുടർന്നാൽ വിലയിൽ കൂടുതൽ വർധന ഉണ്ടാകാമെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് കഴിഞ്ഞ 1.5 മാസമായി മത്സ്യം കിട്ടാക്കനി. തീരദേശത്തെ പൊള്ളുന്ന ചൂടിൽ മീൻപിടുത്തം ഭാഗികമായി മാത്രമാണ് നടക്കുന്നത്. സാധാരണക്കാരുടെ ഇഷ്ട ഇനമായ അയല, മത്തി എന്നിവ വ്യാപകമായി ആഴക്കടൽ അടിത്തട്ടിലേക്ക് വലിയുകയാണ്. കനത്ത ചൂടിൽ മിക്കവരും കിട്ടിയ മത്സ്യക്കോളുമായി ഉച്ചയ്ക്കു മുൻപ് തന്നെ കരയ്ക്കു തിരിക്കും. ഈയിടെ വരെ വൈകിയുള്ള ഇറക്കമുണ്ടായിരുന്നു. ഇവർ പുലർച്ചെ തിരിച്ചെത്തുകയും ചെയ്യും. ചെറുമഴ തുടങ്ങിയതോടെ വൈകിട്ടുള്ള ഇറക്കവും നിലച്ചു. മതിയായ വെള്ളവും ഭക്ഷണവും കരുതിയാണ് പുറപ്പാട്. പൊള്ളുന്ന ചൂടും മീൻ കിട്ടാത്ത അവസ്ഥയും മത്സ്യബന്ധനം കൂടുതൽ സാഹസികമാക്കുകയാണെന്ന് തൊഴിലാളികൾ പറയുന്നു. കാലവർഷം തുടങ്ങിയാൽ പണിക്കിറങ്ങാൻ തന്നെ പറ്റാത്ത അവസ്ഥ വരുമെന്നും തൊഴിലാളികൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാലാവസ്ഥാ വ്യതിയാനം ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് പുതിയ പഠനം. ഇത് കർഷകർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഏകദേശം $4.45 ബില്യൺ വാർഷിക മൂല്യമുള്ള ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന വ്യവസായം ഉയർന്ന താപനില, അനിയന്ത്രിത മഴ, വരൾച്ച തുടങ്ങിയ കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. കുരുമുളക്, ഏലയ്ക്ക, മഞ്ഞൾ തുടങ്ങിയ പ്രധാന വിളകളുടെ ഉൽപ്പാദനവും ഗുണനിലവാരവും കുറഞ്ഞുവരുന്നതോടെ ആഭ്യന്തര വിപണിയെയും കയറ്റുമതി മേഖലയെയും ഇത് ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഉൾപ്പെടെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം കുരുമുളക് കൃഷിയിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം വ്യക്തമായി പ്രകടമാകുന്നു. കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലെ മലയോര മേഖലകളിലെ കർഷകർക്ക് ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടാകുന്നു എന്നാണ് വിലയിരുത്തൽ. ഇടുക്കിയിലെ ഏലയ്ക്കാത്തോട്ടങ്ങൾ പതിറ്റാണ്ടുകളായി മഴക്കുറവും ഉയരുന്ന താപനിലയും നേരിടുകയാണ്. 2024-25 സാമ്പത്തിക വർഷം മാത്രം $987 മില്യൺ മഞ്ഞൾ കയറ്റുമതി രാജ്യം നടത്തിയിരുന്നു. എന്നാൽ അനിയന്ത്രിത മഴയും ദീർഘകാല ചൂടും മഞ്ഞളിന്റെ കർക്കുമിൻ അളവിനെ ബാധിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. തണൽ അടിസ്ഥാനമാക്കിയുള്ള കാർഷിക വനവൽക്കരണം, മികച്ച ജലസേചന സംവിധാനം, മണ്ണ് സംരക്ഷണ സാങ്കേതിക വിദ്യകൾ, കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ കഴിയുന്ന പുതിയ ഇനങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം എന്നിവയാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗങ്ങൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.